ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. ഓക്കെ, അപ്പോൾ ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന യൂണിറ്റിലെ 3ാമത്തെ ലെസൺ ആയിട്ടുള്ള ദ ട്രിക്ക് ഓഫ് കിച്ചു എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസണിലോട്ട് കിടക്കാം. ദ ട്രിക്ക് ഓഫ് കിച്ചു. അപ്പോൾ കിച്ചുവിൻ്റെ ട്രിക്കിനെ കുറിച്ച്, കൗശലത്തിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പാഠഭാഗമാണിത്. നമുക്ക് നോക്കി നോക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു, ദ ബ്രേവ് റാബിറ്റ് ഹൂസ് ഹീറോയിക് ആക്ഷൻസ് സേവ്സ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു റാബിറ്റ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ? ധീരനായിട്ടുള്ള, ധൈര്യശാലിയായിട്ടുള്ള ഒരു റാബിറ്റിനെ കുറിച്ചിട്ടാണ്. ആ റാബിറ്റിൻ്റെ എന്താണ്? ആ റാബിറ്റിൻ്റെ ഹീറോയിക് ആക്ഷൻ കാരണം എന്ത് ചെയ്യാൻ പറ്റി? അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. ദ ട്രിക്ക് ഓഫ് കിച്ചു. ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗശലം. ഓക്കെ, കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. അപ്പോൾ കിച്ചു ആരാണ്? കിച്ചു അറിയപ്പെടുന്ന ഒരു മാർക്കറ്റിലെ ഒരു വ്യാപാരിയാണ്. വ്യാപാരി എന്ന് പറഞ്ഞാൽ മേർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ വ്യാപാരി. വ്യാപാരി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കച്ചവടക്കാരനാണ്. His shop was filled with fresh vegetables like carrot, cabbage, pumpkin, bitter gourd and spinach. അപ്പോൾ എന്തൊക്കെ ഉണ്ട് കിച്ചുവിൻ്റെ കടയിൽ, കിച്ചുവിൻ്റെ മാർക്കറ്റിൽ? ഫുൾ ഓഫ് ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഫ്രഷ് വെജിറ്റബിൾസ് ആണുള്ളത്? ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പംകിൻ ഉണ്ട്, ബിറ്റർ ഗാർഡ് ഉണ്ട്, സ്പിനാച്ച് ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് എന്താ? ക്യാരറ്റ് തന്നെ. ക്യാബേജ് നമുക്കറിയാം. പംകിൻ എന്ന് പറഞ്ഞാൽ എന്താ? പംകിൻ, മത്തങ്ങ ഉണ്ട്. പിന്നെ ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ കൈപ്പയ്ക്ക ഉണ്ട്. സ്പിനാച്ച് ഉണ്ട്, അതായത് ചീരണ്ട്. അപ്പോൾ എന്താണ് കിച്ചു എന്ന് പറയുന്നത്? ഒരു നാട്ടിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യാപാരി, കച്ചവടക്കാരനാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഒരുപാട് ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ കിച്ചുവിൻ്റെ ഫ്രഷ് വെജിറ്റബിൾസിനെയാണ് നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, one day Chinnu, a little girl, came to his shop to buy some vegetables. അപ്പോൾ എന്താണ്? ഒരു ദിവസം ചിന്നു എന്ന് പറയുന്ന ഒരു കുട്ടി എന്തിന് വന്നു? ഈ ഷോപ്പിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, പച്ചക്കറികൾ മേടിക്കാനായിട്ട് വന്നു. അപ്പോൾ അവരുടെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. He noticed ചിന്നു ഹോൾഡിങ് സംതിങ്. അപ്പോൾ എന്താണ്? നമ്മുടെ കിച്ചു ഒരു കാര്യം നോട്ടീസ് ചെയ്തു പറഞ്ഞാൽ കണ്ടു. എന്താണ് കണ്ടത്? ചിന്നു ഹോൾഡിങ് സംതിങ്. ചിന്നു എന്തോട്ടം കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഹി കുഡിൻ മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. പക്ഷെ അത് എന്താണെന്ന് കിച്ചുവിന് കണ്ടപ്പോൾ മനസ്സിലായില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻറ്റ് ഹാവ് എനി മണി വിത്ത് ഹിം ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. അപ്പോൾ കിച്ചുവിനോട് പറയാണ്, എൻ്റെ ഫാദറിൻ്റെ എന്താ മണി ഒന്നുമില്ല. മണി എന്ന് പറഞ്ഞാൽ പൈസ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. വെജിറ്റബിൾസ് വേണം, കുറച്ച് പച്ചക്കറികൾ വേണം. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗീവ് മീ സം പംകിൻസ്, ക്യാരറ്റ് ആൻഡ് ബീൻസ്. അപ്പോൾ എന്താണ്? അപ്പോൾ പൈസക്ക് പകരം നീ ഈ കണ്ണാടി മേടിച്ചിട്ട്, മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടി. അപ്പോൾ ഈ കണ്ണാടി മേടിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് തായോ. എന്തൊക്കെയാണ് വേണ്ടത്? പംകിങ്ങും ക്യാരറ്റും ബീൻസും ഒക്കെ തായോ എന്ന് പറയാണ്. ഓക്കെ, വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി ഐ വിൽ പേ യു ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്. ഓക്കെ, ചിന്നു സെഡ്. അപ്പോൾ ചിന്നു പറയാണ്, ഇനി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ ഞാനത് തന്നിട്ട് ഈ കണ്ണാടി തിരിച്ച് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ അതുവരെ നീ ഇത് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ തായോ എന്ന് പറയാണ്. Kichu took the mirror
ഫ്രം ഹെർ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് എ കോർണർ ഓഫ് ദ ഷോപ്പ്. അപ്പോൾ എന്താണ് കിച്ചു അവളുടെ കയ്യിൽ നിന്ന് ആ മിറർ നല്ല ശ്രദ്ധാപൂർവം മേടിച്ചിട്ട് അതെന്താണ് അത് അവിടുത്തെ ഒരു കോർണറിൽ, ആ ഷോപ്പിൻ്റെ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൂലയിൽ ഈ മിറർ വെച്ചു. ഓക്കെ. ഹി ഗേവ് ഹെർ ഓൾ ദ വെജിറ്റബിൾസ് ഷീ വാണ്ടഡ്. എന്നിട്ട് എന്താണ് അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും കിച്ചു കൊടുത്തു. ചിന്നു വെൻറ്റ് ബാക്ക് ഹോം ഹാപ്പിലി. അപ്പോൾ എന്താ, ചിന്നുവിന് വളരെയധികം സന്തോഷമായിട്ട് ചിന്നു തിരിച്ചെങ്ങോട്ട് പോയി, വീട്ടിലേക്ക് പോയി. കിച്ചു took out the mirror and looked. അപ്പോൾ കിച്ചു എന്താ, ഒരു കണ്ണാടി എടുത്തിട്ട് അതിലേക്ക് നോക്കി. ഹേയ്, വാട്ട്സ് ദിസ്, ഹൂ ഈസ് ദിസ് ഇൻ ദ മിറർ. അപ്പോൾ കണ്ണാടിക്ക് നോക്കുമ്പോൾ എന്താ, നമ്മുടെ ഇമേജ് അതിൽ കാണൂലേ. അപ്പോൾ കിച്ചു ചോദിക്കുകയാണ്, ഇതെന്താ, ഇതാരാണ് ഈ കണ്ണാടിയിൽ എന്ന് ചോദിക്കുകയാണ്. ഹി വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. അപ്പോൾ എന്താണ്, ഈ കണ്ണാടിയിൽ സ്വന്തം ഇമേജ് കണ്ടപ്പോൾ, ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ, ചിത്രം കണ്ടപ്പോൾ എന്താ, ഈ കിച്ചുവിന് വളരെയധികം പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താ, സന്തോഷമായി. ആം ഐ സോ ഹാൻസം, ഹി വോണ്ടഡ്. അപ്പം എന്താ, കിച്ചു അത്ഭുതപ്പെടുകയാണ്. എന്താണ്, ഞാൻ നല്ല ഹാൻസം ആണോ, നല്ല ഭംഗിയാണോ, നല്ല സുന്ദരനാണോ എന്ന് ചോദിക്കുകയാണ്. ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അപ്പം എന്താണ്, കിച്ചു സന്തോഷത്തിൽ എന്താണ്, ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. ഫ്രം ദെൻ ഓൺ എവറി മോർണിംഗ് ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ് ലുക്കിംഗ് ഇൻ ദ മിറർ. അപ്പോൾ എന്താണ്, അപ്പോൾ അതിനുശേഷം പിന്നെ എല്ലാ ദിവസവും എന്താ, കിച്ചു എങ്ങനെയാണ് രാവിലെ എണീറ്റാൽ ബ്രഷ് ചെയ്യുക, അതുപോലെ ഫേസ് ക്ലീൻ ചെയ്യുകയൊക്കെ ഈ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ആയി. ഡേയ്സ് പാസ്ഡ്. അപ്പോൾ എന്താണ്, ദിവസം ഇങ്ങനെ കഴിഞ്ഞു. കുൻകൻ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. അപ്പോൾ എന്താണ്, കുൻകൻ എന്ന് പറയുന്ന ഒരു വോൾഫ് ഉണ്ട്. വോൾഫ് എന്ന് പറഞ്ഞാൽ എന്താ, ചെന്നായ. ഈ മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഹി അറ്റാക്ക്ഡ് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെയുള്ള എല്ലാ ആനിമൽസിനും അറ്റാക്ക് ചെയ്തു. അറ്റാക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവരൊക്കെ ആക്രമിച്ചു. The deer, rabbit, donkey and all other animals were terrified. അപ്പോൾ എന്താണ്, അവിടെയുള്ള ആനിമൽസ് ആയിട്ടുള്ള റാബിറ്റും ഡിയറും ഡോങ്കിയും ബാക്കിയുള്ള ആനിമൽസൊക്കെ എന്താണ്, ആകെ ഭയപ്പെട്ടു. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ദീസ് അറ്റാക്ക്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? They start thinking but could not find a way out. പക്ഷെ എന്താണ്, അവരിങ്ങനെ ഒരുപാട് ചിന്തിച്ചു, പക്ഷെ എന്താണ്, ഒരു മാർഗം അവർക്ക് കിട്ടിയില്ല. One day കുൻകൻ വോൾഫ് came to കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. അപ്പോൾ ഒരു ദിവസം എന്താണ്, കുൻകൻ വോൾഫ് കിച്ചുവിൻ്റെ റാബിറ്റ് ഷോപ്പിലേക്ക് വന്നു. അപ്പോൾ ആ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. അപ്പോൾ എന്താണ്, കിച്ചുവിനോട് പറയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യും, ഞാൻ നിന്നെ ക്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കഴിക്കും, മീറ്റ് ചെയ്യും എന്ന് പറയാണ്. ക്രഷ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊടിക്കില്ലേ, പൊടിച്ചിട്ട് ഞാൻ നിന്നെ കഴിക്കും എന്ന് പറയാണ്. ദ ആനിമൽസ് വർ ഫ്രൈറ്റേൺഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. അപ്പോൾ എന്താണ്, ഈ ആനിമൽസൊക്കെ ആകെ പേടിച്ചു, ആകെ ഭയപ്പെട്ടു. അതിൽ കുറേ പേരെന്താ, ഓടിപ്പോയി. സഡൻലി കിച്ചു ഗോട്ട് എൻ ഐഡിയ. അപ്പോൾ പെട്ടെന്നാണ് കിച്ചുവിനൊരു ഐഡിയ തോന്നിയത്, ഒരു ഉപായം തോന്നിയത്. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. അപ്പോൾ എന്താണ്, നീ നിൻ്റെ ട്രിക്സ് ഒന്നും എൻ്റെ മേത്ത് എടുക്കണ്ട. ഇഫ് യു വാണ്ട് ടു ലീവ്, ഗോ അവേ ഫ്രം ഹിയർ. അപ്പോൾ എന്താണ്, നിനക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ വേഗം ഇവിടുന്ന് ഓടിപ്പോയിക്കോ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് കിച്ചു പറയാണ് വോൾഫിനോട്. വാട്ട് വിൽ യു ഡു, ദ വോൾഫ് ആസ്ക്ഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വോൾഫ് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ചെയ്യാന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഐ കാൺ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിഗ്ഗു ദ വോൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. അപ്പോൾ എന്താണ്, എനിക്ക്
നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിഗ്ഗു ഉണ്ട്. ജിഗ്ഗു എന്ന് പറയുന്ന വോൾഫ് ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവന് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഹി വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അപ്പോൾ അവൻ നിന്നെ ഇങ്ങനെ പീസാക്കും എന്ന് പറയാണ്. വുഡ് യു ലൈക്ക് ടു സീ ഹിം? അപ്പോൾ എന്താണ്, അവനെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. യെസ്, ഷോ മീ യുവർ ജിഗ്ഗു. എനിക്ക് കാണണം, നീ നിൻ്റെ ജിഗ്ഗുവിനെ കാണിച്ച് തായോ എന്ന് നമ്മുടെ വോൾഫ് കിച്ചുവിനോട് പറഞ്ഞു. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. അപ്പോൾ കിച്ചു റാബിറ്റ് എന്ത് ചെയ്തു? ആ മിറർ എടുത്തു. ഹി ബോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുൻകൻ വോൾഫ്. അപ്പോൾ കുൻകൻ വോൾഫിൻ്റെ ഫേസിന് നേരെ ഇതെന്ത് ചെയ്തു? ഇതങ്ങണ്ട് നീട്ടി. ലുക്ക് ഹിയർ, ഹീസ് ജിഗ്ഗു, കിച്ചു സെഡ്. അപ്പോൾ നോക്ക്, ഇതാണ് എൻ്റെ ജിഗ്ഗു എന്ന് പറഞ്ഞിട്ട് കിച്ചു റാബിറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, ആ മിററിൽ എന്ത് വരും? ഈ വോൾഫിൻ്റെ തന്നെ ഇമേജ് വരും അല്ലേ, ചിത്രം വരും. അപ്പോൾ അതാണ് നമ്മുടെ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ പിക്ചറിൽ എന്താണ്, നമ്മുടെ കുൻകൻ വോൾഫ് ആകെ ഭയപ്പെട്ടിട്ട് ആകെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. Oh, what a terrible fellow he is. If he comes out, he will finish me. Seeing his own image, Kunkan thought it was real Jiggu Wolf. അപ്പോൾ എന്താണ്, കണ്ണാടി നേരെ നീട്ടിയപ്പോൾ കുൻകൻ വോൾഫ് കണ്ടത് എന്താ? തൻ്റെ സ്വന്തം ഇമേജ്, തൻ്റെ സ്വന്തം ഫോട്ടോ തന്നെയാണ് കണ്ണാടിയിൽ കണ്ടത്. പക്ഷെ അത് വോൾഫ് വിചാരിച്ച് ശരിക്കുള്ള ജിഗ്ഗു ആണെന്ന് വിചാരിച്ചിട്ട് വോൾഫ് പറയുകയാണ് ഇവൻ പുറത്തേക്ക് വന്നാൽ ശരിക്കും എൻ്റെ കഥ അവൻ കഴിക്കുമെന്ന് കുൻകൻ വോൾഫ് വിചാരിച്ചു. ഓക്കെ, കുൻകൻ വോൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. അപ്പോൾ ഇത് കണ്ടതോടുകൂടി കുൻകൻ വോൾഫ് പരമാവധി സ്പീഡിൽ, തന്നെക്കൊണ്ട് പരമാവധി സ്പീഡിൽ അവിടുന്ന് ഓടിപ്പോവാണ്. അപ്പം പിക്ചറിൽ കാണുന്നുണ്ട് ഹി നെവർ കെയിം ബാക്ക് അഗെയിൻ. അപ്പോൾ അതിനുശേഷം കുൻകൻ വോൾഫ് ഇങ്ങനെ ആക്രമിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. കിച്ചു ബിക്കെയിം എ റിയൽ ഹീറോ. അങ്ങനെ കിച്ചു യഥാർത്ഥത്തിലുള്ള ഒരു നായകനായി, യഥാർത്ഥത്തിലുള്ള ഒരു ഹീറോ ആയി. ഓൾ ദ ആനിമൽസ് ബിക്കം ഹാപ്പി. അങ്ങനെ എല്ലാ കാട്ടിലുള്ള ആ മാർക്കറ്റിലുള്ള എല്ലാ ആനിമൽസും ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? സിപ്പി പള്ളിപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി ബേസ് ചെയ്തിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.